2020 ഞങ്ങൾ വീടിൻ്റെ ഫസ്റ്റ് പ്ലാൻ ഞങ്ങൾക്ക് കിട്ടിയത്. അതനുസരിച്ച് ഞങ്ങൾ ആ വീടിൻ്റെ സ്ട്രക്ചർ പ്ലാൻ ഫിനിഷ് ചെയ്തു. അത് കഴിഞ്ഞു 2022-2023 ഇതിലാണ് ഞങ്ങൾ പല ഇൻറ്റീരിയർ പ്ലാൻസുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. ഒരുപാട് കമ്പനിയുമായിട്ട് ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്തു. പല പല ഫാക്ടറികൾ പോയിട്ട് ഞങ്ങൾ വിസിറ്റ് ചെയ്തു. അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ 3 കമ്പനിയിലെ ബെസ്റ്റ് കമ്പനിയാണ് ഇൻറ്റീരിയോ ഹബ്ബ്. അവരുമായിട്ടുള്ള അവരെ കോർഡിനേഷൻസ്, ലാസ്റ്റ് മിനിറ്റ്സ് ചേഞ്ചസ് ഇൻ പ്ലാൻസ്, പിന്നെ ക്വാളിറ്റി, സേഫ്റ്റി, ഇതൊക്കെയാണ് എനിക്ക് ഇംപ്രസ്ഡ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഞങ്ങൾ ഇൻറ്റീരിയോ ഹബിൻ്റെ ഫെസിലിറ്റിയിൽ പോയപ്പോൾ ഞങ്ങൾ ഇരുന്ന സ്ഥലം എന്ന് വെച്ചാൽ അവരെ ഒരു ഇൻറ്റീരിയർ സ്റ്റുഡിയോയുടെ അകത്തായിരുന്നു ഞങ്ങളെ മീറ്റിംഗ് ഞങ്ങൾ കണ്ടക്ട് ചെയ്തത്. ആ സ്റ്റുഡിയോയുടെ അകത്ത് അവർ പല മെറ്റീരിയൽസിൻ്റെ സാമ്പിൾസ് അവരവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിക്കും പോക്കറ്റ് ഫ്രണ്ട്ലിക്കും അനുസരിച്ചിട്ടുള്ള സജഷൻസ് അവർ ഞങ്ങൾക്ക് തന്നിരുന്നു. നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് പല കൺഫ്യൂഷൻസും മാറി തന്നതും, ഏത് ചൂസ് ചെയ്യണം, എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പ്രത്യേകിച്ച് നമ്മൾ മുബാറക്കാണ് ഇൻറ്റീരിയർ ഹബിൻ്റെ. അപ്പോൾ അത് നമുക്ക് ഈച്ച് ആൻഡ് എവരി മിനിറ്റ്, ഈവൻ നൈറ്റ് ആയിക്കോട്ടെ, ദുബായിത്തെ നൈറ്റ് ടൈം ആയിക്കോട്ടെ, മുബാറക്ക് നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് മെസ്സേജസിന് റിപ്ലൈ തരുന്ന ഒരു വ്യക്തിയാണ്. അതാണ് ഇവരെ ഇന്ന് ഏറ്റവും പോസിറ്റീവായി കണ്ടിട്ടുള്ള ഒരു തിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും ചെയ്യും. ഈവൻ അവർ കയ്യിൽ വീഡിയോസ് ഉണ്ടെങ്കിൽ അത് കാണിച്ച് തന്നിട്ടും നമ്മളെല്ലാ കൺഫ്യൂഷൻസും ക്ലാരിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ അവർ നമുക്ക് പോസിറ്റീവായിട്ടുള്ള എന്താണ് റെസ്പോൺസ് തരിക. പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് അവരുടെ കമ്മ്യൂണിക്കേഷൻ. സോഫ കളർ ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, നമുക്ക് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും, ലൈറ്റ് ആയിക്കോട്ടെ, എന്ത് മാർബിളിൻ്റെ ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഈവൻ എല്ലാതും കറക്റ്റായിട്ട് പറഞ്ഞു തരും. നമുക്കൊരു വിത്തിൻ 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ അവർ റെസ്പോണ്ട് ചെയ്തിരിക്കും. അതാണ് അവരുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഈ വർക്ക് നടക്കുമ്പോഴുള്ള എല്ലാ സമയത്തും ഞങ്ങൾ വിദേശത്തായിരുന്നു. ഞങ്ങൾ 2 പേരും ദുബായിൽ ജോലി ചെയ്യാം. അപ്പോൾ അവിടെ നിന്നുള്ള ഞങ്ങളെ കോർഡിനേഷൻ ഈവനിങ്ങിലായിക്കോട്ടെ, ഞങ്ങളൊക്കെ ജോലി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീഡിയോ കോൺഫറൻസിംഗ് ഒക്കെ ചെയ്യുക. ഞാൻ ദുബായിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. വർക്ക് പറഞ്ഞു വേണ്ട, ഇവിടെ നമുക്ക് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, കുറച്ചുകൂടി ക്വാളിറ്റി വൈസ് ആയിട്ടും നമുക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടും. എൻഡ് ടു എൻഡ് ഒരു ആബ്സെൻസ് ഇവിടെ ഉണ്ടായിട്ടില്ല. ഏതൊരു നമ്മൾ വിദേശത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഇൻറ്റീരിയർ ഹബിനെ എന്തായാലും ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു ഈവൻ പെയിന്റിങ് ആവട്ടെ. ഇപ്പോൾ പെയിന്റിങ് അവരുടെ സ്കോപ്പിലുള്ളതല്ല, പക്ഷെ അത് ആ പെയിന്റിങ് കളേഴ്സ് വരെ അവർ ചൂസ് ചെയ്ത് അതിൽ കുറച്ച് ഡിഫക്ട്സ് വരെ അവര് പറഞ്ഞു ക്ലിയർ ചെയ്തു. അങ്ങനെയല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ ഈ ഡോറിന്റെ ഡിസൈൻസ് പോലും സൂക്ഷ്മത ഇതാക്കിയിട്ടാണ് ഞങ്ങൾ വർക്ക് സക്സസ്ഫുൾ ആയത്. ഈ വീട് കണ്ടിട്ട് എല്ലാവർക്കും നല്ല പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് ആണ് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ളത്. ഫസ്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ 2 കിച്ചണായിട്ടായിരുന്നു. ഒന്ന് വർക്കിംഗ് കിച്ചണും ഒന്ന് ഫസ്റ്റ് കിച്ചണും ആയിട്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് കൺജസ്റ്റൻ്റ് ഫീൽ ചെയ്യും ഇതാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ട് അതിൻ്റെ മിഡിൽ ആഡ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളായി. ആ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വന്നതുകൊണ്ട് നമുക്ക് കിച്ചൺ തന്നെ നമുക്ക് നന്നായിട്ട് യൂസ്ഫുള്ളായിട്ട് തോന്നി. പിന്നെ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അക്രിലിക് ഷീറ്റൊക്കെ വെച്ച് ലാമിനേറ്റ് ചെയ്തത് കൊണ്ട് കിച്ചൺ ഒന്നും കൂടി ഗ്ലോസി ഫീലും ആണ് കിട്ടിയത്.
ആയിക്കോട്ടെ അവരെല്ലാ വർക്കിലും ഭയങ്കര പെർഫെക്ഷൻസ് ആണ് കണ്ടത്. ഞാൻ കുറേ വീടുകൾ വിസിറ്റ് ചെയ്തിരുന്നു. എനിക്ക് ഇവരെ ഒരു ഇത് തോന്നിയത് പെർഫെക്ഷനാണ് ആ വർക്കിൽ എനിക്ക് മെയിനായിട്ട് ഹൈലൈറ്റായിട്ട് പറയാൻ തോന്നുന്നത്. പെർഫെക്ഷനും പിന്നെ എഡ്ജസ്സും ഒക്കെ നന്നായിട്ടാണ് അവർ ആ ഒരു ഇതിലാണ് അവർ വർക്ക് ഉള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ അവർ വർക്ക് ഫിനിഷ് ചെയ്ത് തരാനും എല്ലാത്തിനും അവരെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും നല്ലത് നമുക്ക് എന്തൊരു കൺഫ്യൂഷൻസും ഇല്ലാതെ ഒരു ടെൻഷനും ഇല്ലാതെ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു ടീമാണ് ഇന്ത്യ ദ ഹബ്.